ഗുഡ് മോർണിംഗ് മൈ യൂട്യൂബ് ഫാമിലി. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് കം അൺബോക്സിംഗ് കം വ്ലോഗാണ് കേട്ടോ. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാട്ടോ എണീറ്റപ്പോൾ എന്തുണ്ടാക്കണം എന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴാണ് മഷ്റൂംസ് ഉള്ള തന്നെ ഓർമ്മ വരുന്നത്. സോ ഇന്നത്തെ റെസിപ്പിയാണ് ബട്ടർ ഗാർലിക് മഷ്റൂംസ് പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കണം. റൈസ് പിന്നെ കളയാനേ കൊള്ളൂ. എൻ്റെ കയ്യിൽ 2 ബോക്സസ് ഓഫ് മഷ്റൂംസ് ആണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറേ പേരൊന്നും മഷ്റൂംസ് വാഷ് ചെയ്യാണ്ട് തന്നെയാണ് ഉണ്ടാക്കൽ. ബട്ട് നമുക്കത് നടക്കില്ലല്ലോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ മഷ്റൂംസിനെ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പുമിട്ട് ഒരു 30 to 40 സെക്കൻഡ് വരെ ഇട്ട് വെച്ച്, അധികം നേരമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളത്തിൽ കാണുന്ന അഴുക്ക് കണ്ടില്ലേ, ഇത് കാരണമാണ് ഞാൻ മഷ്റൂം വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മളെ വയറ്റിൽ പോയിട്ട് വേറെ വല്ല അസുഖവും വരും. ഇപ്പോൾ ഓരോ കടിച്ചാൽ പൊട്ടാത്ത രോഗങ്ങളൊക്കെ അല്ലേ, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്നിട്ട് പിന്നെ 2-3 പ്രാവശ്യം അതിൽ അഴുക്ക് പോകുന്നവരെ സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കാൻ കേട്ടോ. ആക്ച്വലി മഷ്റൂംസിനെ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. കാരണം എത്രത്തോളം വെള്ളത്തിലിട്ട് വെക്കുന്നോ അത്രത്തോളം അതിൻ്റെ കളറ് മാറാൻ തുടങ്ങും. എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലാസ്റ്റ് വാഷിൽ മഷ്റൂംസിനെ നല്ലോണം അങ്ങോട്ട് സ്ക്വീസ് ചെയ്തെടുക്കുക. ഇത്തിരി പോലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവരുത്. ആക്ച്വലി ഒരു ക്ലോത്തൊക്കെ വെച്ച് മഷ്റൂംസിനെ ഡ്രൈ ആക്കി എടുത്താൽ അത്രയും നല്ലത്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് മടിയായോണ്ടാട്ടോ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാത്ത. ഈ റെസിപ്പിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ഫൈനലി മഷ്റൂംസിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ സ്ക്വീസ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മളെ അടുത്ത പരിപാടിയിലോട്ട് കടന്നാലോ. മഷ്റൂംസിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വീട്ടിൽ മഷ്റൂംസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ബട്ട് വെരി പവർഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ പണീൻ്റെ ഒക്കെ ഇടയിൽ എൻ്റെ മോന് വന്ന് അവൻ്റെ ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അവനുമായിട്ടുള്ള യുദ്ധവും കഴിഞ്ഞ് ഫൈനലി മഷ്റൂംസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി അടുത്ത സാധനങ്ങൾ സെറ്റാക്കാം. 2 ഉള്ളി, 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്, 2 പച്ചമുളക്, 1/4 കപ്പ് മല്ലിച്ചപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ഒറിഗാനോ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബട്ടറും കൂടി വേണേ. ഇനി ഒരു ചൂടായ പാൻ എടുക്കുക, അതിൽ ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് സോട്ടേ ചെയ്യുക. എന്നിട്ട് പിന്നെ ചോപ്പ് ചെയ്ത ഉള്ളിയും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്കല്ലേ ഞാൻ ഉപ്പ് ഇടാൻ വിട്ടോ കേട്ടോ. അനിയൻസ് ആഡ് ചെയ്യുമ്പോഴേ ഉപ്പ് ഇടാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. എന്നോടത് മറന്നുപോയി. അങ്ങനെ നമ്മൾ ഉള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവാൻ വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് വരെ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം വിടാതെ നൈസ് ഗോൾഡൻ കളർ ആവും വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സോ മഷ്റൂംസ് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ഒറിഗാനോ ഒക്കെ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ മസാല നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ 2 മിനിറ്റ് വരെ വീണ്ടും മഷ്റൂംസിനൊന്ന് സോട്ടേ ചെയ്തെടുക്കുന്നുണ്ട്. സോ ലാസ്റ്റ്ലി കുറച്ച് പാഴ്സ്ലിയോ മല്ലിച്ചപ്പോ ഇട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യുക. എൻ്റെ കയ്യിൽ പാഴ്സ്ലി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡാഷ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു 5 മിനിറ്റ്സിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. സോ നമ്മളെ സോഫ്റ്റ് ജ്യൂസി ബട്ടറി ഗാർലിക് മഷ്റൂംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത് ഉണ്ടാക്കി ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന നേരത്താണ് ആരോ വന്ന് ബെല്ലടിക്കുന്നത്. കൊറിയറിൻ്റെ ആളായിരുന്നു കേട്ടോ വന്നത്. സോ ഇത്രയും വലിയ ബോക്സിൽ എന്താണെന്നറിയാൻ നിങ്ങളും ക്യൂരിയസ് ആയിരിക്കും. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടോളൂ. ഇത് നമ്മൾ കാലിക്കറ്റിലെ CH ഓവർ ബ്രിഡ്ജിന് താഴെയായി വരുന്ന ഒരു ജ്യൂസ് ഷോപ്പാട്ടോ. ഇയാളൊരു നോൺ മലയാളിയാണ്. ബട്ട് ഇവിടെ പല തരത്തിലുള്ള വെറൈറ്റി ജ്യൂസസ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ മോന് മിൽക്ക് ഷേക്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവന് നമ്മൾ ഫ്രഷ് ജ്യൂസ് തന്നെയാണ് വാങ്ങിക്കൊടുക്കൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും നോ ഐസ് നോ ഷുഗർ എന്ന് പറഞ്ഞിട്ടാണ് മോസ്റ്റ്ലി ജ്യൂസസൊക്കെ വാങ്ങിക്കൽ. അതാകുമ്പോൾ പിന്നെ ഏത് വെള്ളം യൂസ് ചെയ്തെന്നും ഷുഗർ ഇൻടേക്കിനെ പറ്റിയും പേടിക്കണ്ടല്ലോ. ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ടൈം ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിക്കൽ. ബട്ട് എല്ലായിടത്തും കിട്ടുന്ന ജ്യൂസ് ഒരേപോലെ ആയിരിക്കില്ല. ചിലർ ഓറഞ്ച് ജ്യൂസ് പെട്ടെന്ന് കൈപ്പടിക്കാൻ തുടങ്ങും.
നോ ഷുഗർ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അറിയാതെ ഒരു ഷുഗർ ഇട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കും. ബട്ട് ഇയാൾ ജ്യൂസ് ഷോപ്പിൽ ഇയാൾ ലൈവായിട്ട് മുന്നേ തന്നെ ഫ്രഷ് ആയിട്ട് ഓറഞ്ചിലെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് തരും കേട്ടോ. സോ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് കുടിക്കാം. പിന്നെ ചെറി ഓൺ ദ കേക്ക് ഇത് അങ്ങനെ പെട്ടെന്ന് കൈക്കൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ പറയാൻ കാരണം ഈ ബോക്സിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ കാലമായിട്ട് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡിലമയിലായിരുന്നു കേട്ടോ. ഫൈനലി ഇത് വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസർ. ഇവർ ഈ സാധനം തല തിരിച്ചാട്ടോ പാക്ക് ചെയ്ത്. ആദ്യം ഞാൻ വിചാരിച്ച് നമ്മൾ പൊട്ടിച്ചത് ശരിയാവാനിട്ടാ എന്നാ, ബട്ട് അല്ല. എനിഹാവ് ഇതിന് തിരിച്ചിട്ട് ബാക്കി സ്റ്റോറി പറയാം. ഈ ഒരു ജ്യൂസർ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററുടെ വീട്ടിലാണ് കേട്ടോ. ഇതിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും അവർ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ഞാൻ എന്നെ ഫുള്ള് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഒരു സാധനമാണിത്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത്. സോ ഇതിൽ ഇങ്ങനെ 2 കപ്പ് പോലത്തെ സാധനമുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കും. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫണൽ പോലത്തെ ഇതിൽ കാണുന്നില്ല ഹോൾസ്. സോ അതിൽ പൾപ്പൊക്കെ സ്ട്രെയിനായി പ്യുവർ ജ്യൂസാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടാട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സും ഉണ്ട്. പിന്നെ അതാ ഇതേപോലെയാണ് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക. ഈ സാധനം വാങ്ങിയ സ്ഥിതിക്ക് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഓറഞ്ച് വാങ്ങി വന്നിട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓറഞ്ച് കഴുകി കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജ്യൂസറും നല്ലോണം കഴുകി തുടച്ചെടുത്ത്, കാരണം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ ഓറഞ്ചും ജ്യൂസറും ഒക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. ഈ ഹോൾസ് ഉള്ള ഇൻവേർട്ടഡ് ഫണൽ പോലെയുള്ള സാധനത്തിൻ്റെ മുകളിൽ വേണം ഓറഞ്ച് വെക്കാൻ. ഇനി ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലുണ്ട്. ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം റൊട്ടേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ക്ലോക്ക് വൈസ് ആയിട്ട് ഹാൻഡിൽ തിരിക്കുമ്പോൾ അത് റിലീസാവും. എന്നിട്ട് പിന്നെ ബാക്കി വന്ന ആ ഓറഞ്ചിൻ്റെ തൊലി മാറ്റിയെടുത്ത് അടുത്ത പീസ് വെക്കുക. എന്നിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് സാധനം കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജ്യൂസ് ഞാൻ ഓൾറെഡി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഓറഞ്ചസിൻ്റെ ജ്യൂസ് അക്കമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അങ്ങനെ കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ജ്യൂസും ബട്ടർ ഗാർലിക് മഷ്റൂംസും ചപ്പാത്തിയും കൂടിയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് സോ കംഫർട്ടിങ്. ഈ സാധനം വെറുതെ സ്റ്റാർട്ടറായിട്ടും കഴിക്കാൻ അടിപൊളിയാട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ. ഇഫ് യു ലൈക്ക് മൈ റെസിപ്പി, don't forget to like, share and subscribe to my channel. See you in my next video. Until then, bye bye. Take care.